നമുക്കൊരു അടിപൊളി സോയ ഫ്രൈ ഉണ്ടാക്കി വെക്കാം. അതിന് സ്റ്റവ് കത്തിച്ച് അതിലേക്കൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് അതിലേക്ക് 2 മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ലോണം വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. നല്ലോണം വഴണ്ടി വന്ന സവാളയിലേക്ക് 2 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്കൊന്നും കൂടി നല്ലോണം മിക്സാക്കി എടുക്കാം. നല്ലോണം മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സാക്കി എടുക്കുക. വഴണ്ടി വന്ന ഉള്ളിയിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കുറുക്കിയെടുക്കണം, വറ്റിച്ചെടുക്കണം. നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം. നമുക്കിത് മൂടി വെക്കാം. നല്ലോണം മൂടി വെച്ചതിലേക്ക് നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച സോയാബീൻ കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സാക്കി വെച്ച സോയാബീൻ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. ഇത് നല്ലോണം കുറുക്കി വെള്ളമൊക്കെ വറ്റിച്ച് ഫ്രൈ പോലെ ആക്കി എടുക്കണം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കണം.
നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 3-4 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സാക്കി കൊടുക്കും. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നല്ല വെള്ളം വറ്റി റോസ്റ്റ് പോലെ ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.